അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്ര സംഗ്രഹം 6-ാം ഭാഗം. ടോപ്പിക് വഹിയുമായി ജിബ്രീൽ വീണ്ടും. ഇബ്നു ഹജർ പറയുന്നു, ഏതാനും നാൾ വെളിപാട് നിലച്ചത് മനസ്സിൻ്റെ വിഭ്രാന്തി അകറ്റാനും വീണ്ടും വെളിപാട് സ്വീകരിക്കാനുമുള്ള സജ്ജീകരണത്തിനും വേണ്ടിയായിരുന്നു. അസ്വസ്ഥതയകന്ന് യഥാർത്ഥത്തിൻ്റെ പ്രഭ തെളിഞ്ഞപ്പോൾ താൻ അത്യുന്നതനായ ദൈവത്താൽ പ്രവാചകനായി നിയുക്തനായതായി അദ്ദേഹം മനസ്സിലാക്കി. ആകാശ വൃത്താന്തങ്ങളുമായി തന്നെ സമീപിക്കുന്നത് വെളിപാടിൻ്റെ ദൂതനാണെന്നും അദ്ദേഹം അറിഞ്ഞു. അങ്ങനെ വഹീനു വേണ്ടിയുള്ള പ്രതീക്ഷയും സജ്ജീകരണവും ദൃഢചിത്തനാകാനും ദൗത്യം ഏറ്റെടുക്കാനുമുള്ള കാരണമായി വർത്തിച്ചു. ഈ കാര്യം തിരുനബിയിൽ നിന്ന് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം ചെയ്യുന്നു. 1 മാസം ഹിറ ഗുഹയിൽ ഞാൻ താമസിച്ചു. താമസം പൂർത്തിയാക്കി ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാനൊരു വിളി കേട്ടു. വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമെല്ലാം നോക്കി, ഒന്നും കണ്ടില്ല. പിന്നീട് മേലോട്ട് നോക്കുമ്പോൾ ഹിറയിൽ എൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട ആ മലക്ക് ആകാശഭൂമിക്കിടയിൽ ഒരു കസേരയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അതിൻ്റെ ഭാരം താങ്ങാനാവാതെ ഞാൻ ഭൂമിയിലേക്ക് ഇരുന്നുപോയി. ഞാൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്ന്, പുതച്ചു തരൂ, എന്നെ പുതച്ചു തരൂ, എന്നെ പുതച്ചു തരൂ, എൻ്റെ ദേഹത്തിൽ ശീതജലം ഒഴിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ പുതപ്പിക്കുകയും ദേഹത്തിൽ ശീതജലം ഒഴിക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, ഹേ പുതച്ചു മൂടിയവനെ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക. നിന്റെ രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുകയും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധീകരിക്കുകയും പാപം വെടിയുകയും ചെയ്യുക എന്ന ആയത്തുകൾ അവതരിപ്പിച്ചു. പിന്നീട് അനുസ്യൂതം വഹിയു തുടർന്നു. വെളിപാട് നിലച്ചതിനു ശേഷം അവതരിപ്പിച്ച ഈ സൂക്തങ്ങൾ 2 തരം കൽപ്പനകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അവ താഴെ വിവരിക്കുന്നു. 1. എഴുന്നേറ്റ് ജനങ്ങളെ താക്കീതു ചെയ്യുക എന്നതിലൂടെ പ്രബോധനപരമായ മുന്നറിയിപ്പ് സംബന്ധിച്ച ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്. അഥവാ അത്യുന്നതനായ നാഥനിൽ പങ്കുചേർക്കുന്നതിൽ നിന്നും വ്യതിചലിച്ച ജീവിത രീതിയിൽ നിന്നും മാറാത്ത പക്ഷം അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുമെന്നുമുള്ള താക്കീത് ജനങ്ങൾക്ക് എത്തിക്കണമെന്നുള്ള ഉത്തരവാദിത്തം. 2. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചും ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടിയും സ്വന്തം ജീവിതത്തിൽ പുലർത്താനുള്ള കൽപ്പന. തുടർന്നുള്ള ഓരോ സൂക്തങ്ങളും ഈ കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ അവസാന സൂക്തം തനിക്ക് പ്രബോധന പ്രവർത്തന രംഗത്ത് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന വിപത്തുകളെ സംബന്ധിച്ച മുന്നറിയിപ്പും അത്തരം ഘട്ടങ്ങളിൽ അനുവർത്തിക്കേണ്ട ക്ഷമാശീലത്തെയും സൂചിപ്പിക്കുന്നു. സർവോപരി പ്രാരംഭ സൂക്തം അത്യുച്ചത്തിൽ ഒരു വിളംബരം നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആലസ്യവും മയക്കവും ഒഴിഞ്ഞ് ചടുലമായി എഴുന്നേറ്റ് ഈ വിശിഷ്ട ദൗത്യം സർവ്വത്യാഗ പരിശ്രമങ്ങളും നടത്തി ഏറ്റെടുത്ത് നിർവഹിക്കാനുള്ള കൽപ്പനയാണ്. ഹേ പുതച്ചു മൂടിയവനെ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീതു ചെയ്യുക. ഈ സൂക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുന്നത് പോലെയാണ്. തനിക്കു വേണ്ടി മാത്രം ജീവിതം കഴിച്ചു കൂട്ടുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നു. എന്നാൽ നീയോ ഈ കനത്ത ഭാരം ചുമക്കേണ്ടവനാണ്. നിനക്ക് എങ്ങനെയാണ് വിശ്രമിക്കാനാവുന്നത്? നിനക്ക് എങ്ങനെയാണ് വിരിപ്പിൽ ചുരുണ്ടുകൂടാൻ കഴിയുക? നിനക്ക് എവിടെന്നാണ് സ്വസ്ഥ ജീവിതം? എഴുന്നേൽക്കുക, നിന്നെ കാത്തിരിക്കുന്നു ഭാരിച്ച ഉത്തരവാദിത്വവും കടുത്ത പ്രതിസന്ധികളും. എഴുന്നേൽക്കുക, കഷ്ടനഷ്ടങ്ങളും ജീവിത പ്രയാസങ്ങളും അഭിമുഖീകരിക്കാൻ എഴുന്നേൽക്കുക. നിദ്രയുടെയും വിശ്രമത്തിൻ്റെയും കാലം കഴിഞ്ഞു. ഇന്നു മുതൽ അനന്തമായ ഉറക്കമൊഴിക്കലുകളാണ്, അനുസ്യൂതമായ സമരമാണ്. എഴുന്നേറ്റ് എല്ലാത്തിനും വേണ്ടി സുസജ്ജനാവുക. ശാന്തമായ ഗാർഹിക അന്തരീക്ഷത്തിലെ മൃദുലമായ വിരിപ്പിൻ്റെ സ്പർശനമേറ്റുള്ള ശയനസുഖത്തിൽ നിന്ന് ക്ലേശകരമായ ഒരു ജീവിത തുറയിലേക്ക് തിരുമേനിയെ ഈ വാക്കുകൾ ചെന്നെത്തിച്ചു. വിശ്രമമെന്തെന്നാൽ 4 നൂറ്റാണ്ടോളം കാലം അദ്ദേഹം ഈ മാർഗത്തിൽ പിന്നിട്ടു. മുതുകിൽ ദൈവത്തിൻ്റെ കനത്ത ഭാരവും പേറി ഭൂമിയിലെ തൻ്റെ അമാനത്ത് നിർവഹിച്ചുകൊണ്ട് പ്രതികരണത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പിടിച്ചു നിൽക്കലിൻ്റെയും ധർമ്മസമരത്തിൻ്റെയും അഭിമുഖീകരണത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും നീണ്ട ദിനരാത്രങ്ങൾ പിന്നിട്ടുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം പരിപൂർണമായി നിർവഹിച്ചു. അള്ളാഹു അവിടത്തേക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ഈ സുദീർഘമായ പോരാട്ടത്തിൻ്റെ ഹ്രസ്വമായ ചിത്രമാണ് തുടർന്നുള്ള പേജുകളിൽ. വഹിയിൻ്റെ ഇനങ്ങൾ.
തിരുമേനിയുടെ ഈ ധർമ്മസമരത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപ് അവിടത്തേക്ക് വെളിപാട് ലഭിച്ചിരുന്ന രൂപം ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇബ്നു ഖയ്യിം അതിൻ്റെ രൂപങ്ങൾ വിശദീകരിച്ചു. 1. പുലരുന്ന സ്വപ്നങ്ങൾ. ഇതായിരുന്നു വഹിയിൻ്റെ പ്രാരംഭം. 2. മലക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ അവിടുത്തെ മനസ്സിലോ ഹൃദയത്തിലോ സന്ദേശം നിക്ഷേപിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രസ്താവന ഇതിനുദാഹരണമാണ്. പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഒരാത്മാവും തനിക്ക് നിശ്ചയിച്ച ഉപജീവനം പൂർത്തിയാക്കാതെ മരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നല്ല നിലക്ക് ഉപജീവനം തേടുകയും ചെയ്യുക. ഉപജീവനം പിന്തിയതിൻ്റെ പേരിൽ തെറ്റായ രൂപത്തിൽ അത് കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അള്ളാഹുവിൻ്റെ പക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെയേ ലഭിക്കുകയുള്ളൂ. 3. ചിലപ്പോൾ മലക്ക് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. അദ്ദേഹം അത് പഠിച്ചിരിക്കും. ഈ സന്ദർഭത്തിൽ സ്വഹാബികൾ ചിലപ്പോൾ മലക്കിനെ കാണാറുണ്ട്. 4. ചിലപ്പോൾ മണിയടിക്കുന്നത് പോലെ പ്രത്യക്ഷപ്പെടും. ഇത് ഏറെ പ്രയാസകരമാണ്. കഠിന തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും അവിടുത്തെ നെറ്റി വിയർത്തു പോകും. വാഹനപ്പുറത്താണെങ്കിൽ ഒട്ടകം ഇരുന്നു പോകും. അവിടുന്ന് സെയ്ദ് ബിൻ സാബിത്തിൻ്റെ കാലിന്മേൽ കാൽ വെച്ച് ഇരിക്കുമ്പോൾ ഈ രൂപത്തിൽ വഹി വരികയും സെയ്ദിൻ്റെ കാല് നെരിയുകയുമുണ്ടായി. 5. മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കാണുകയും മലക്ക് വഹി നൽകുകയും ചെയ്യുന്നു. സൂറത്തുൻ നജ്മിൽ പരാമർശിച്ച പോലെ ഇത് 2 തവണ മാത്രം. 6. ഏഴാനാകാശത്തിന് അപ്പുറത്ത് നിന്ന് മെഹറാജ് രാത്രിയിൽ അള്ളാഹു വഹി നൽകിയത് നമസ്കാരം പോലെ. 7. മാധ്യമമില്ലാതെ അള്ളാഹു സംസാരിക്കുക. മൂസ നബിയോട് സംസാരിച്ചതുപോലെ. ഇസ്രാ സംഭവത്തിൽ നബിയോടും ഇമ്മട്ടിൽ സംസാരിച്ചിട്ടുണ്ട്. മറയില്ലാതെ അള്ളാഹു അഭിമുഖമായി സംസാരിക്കുക എന്ന 8ാമത്തെ ഒരിനവും പൂർവികരും ആധുനികരുമായ ചിലർ എണ്ണിയിട്ടുണ്ട്. ഇത് പക്ഷേ സ്ഥാപിതമായതല്ല.